Major Archbishop Raphael Tattil Pidave, most beloved Cardinal Oswald Gracious, most beloved George Kocheri Pidave, most beloved Tarayil Pidave, Sri Tom Sare, Janchi James Doctor, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, since I have only 7 minutes, I say the conclusion now. My conclusion is that this foundation may try for an attempt, that is, you may invite a one-page write-up about Archbishop Pavathil from all sorts of people. I am sure that you will get mountains of papers like that. Only one page, even one sentence in one page, if you can try for that, within 10 or 12 years, you can keep volumes about Archbishop Pavathil, and that is sensus fidelium, also vox populi. That will, I am sure, that will keep Mar Pavathil from the tomb to the altar. I am sure. Then we can know what is the mind of the people, rather than simply writing papers or books about him. It has its own value, but to know who that person really is, you may collect opinions of the people, and that will take Changanasheri and also Archbishop Pavathil to a higher level, I am sure. പൗത്തിൽ പിതാവിന് 4 ഭാഗ്യങ്ങളാണ് കിട്ടിയത്. പേപ്പൽ സെമിനാരി, SB കോളേജ്, ലയോള കോളേജ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അത് നമുക്കാർക്കും കിട്ടിയിട്ടുള്ള കാര്യമല്ല. ഒരുപോലെ അത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ആ വലിയ കോണ്ടസ്റ്റുകൾ പിതാവിനെ വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട മേഖലകളെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. ജവഹർലാൽ നെഹ്റു once said, where great men lived, that place becomes a holy ground, something like a temple, because of their religious thoughts and prayers that lie enshrined there. ചങ്ങനാശ്ശേരിയുടെ പ്രാധാന്യം ഇവിടുത്തെ വലിയ പിതാക്കന്മാരായിരുന്നു. അതിലേറ്റവും സമുജ്വലമായ രീതിയിൽ നിൽക്കുന്ന പൗത്തിൽ പിതാവിൻ്റെ ആ വ്യക്തിത്വവും ആ പ്രബോധനവും നമ്മളുടെ ഈ ചങ്ങനാശ്ശേരിക്ക് നല്ലൊരു സാങ്ക്ടിറ്റി പ്രദാനം ചെയ്തിട്ടുണ്ട്. G.K. ചെസ്റ്റർട്ടനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയതെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. ബിക്കോസ് ഹി നെവർ അറൈവ്സ് ഇൻ ടൈം. ദ സ്റ്റേഷൻ മാസ്റ്റർ വിൽ ഓൾവേസ് സേ, യു ആർ എ ബിറ്റ് ഏർലിയർ ഫോർ ദ നെക്സ്റ്റ് ട്രെയിൻ ആൻഡ് സോ ഓൺ. സോ ദർ ആർ സോ മെനി അവേഴ്സ് ആൻഡ് ഹി യൂസ് ടു റൈറ്റ്. എനിക്ക് പൗത്തിൽ പിതാവിനെ തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മളാരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് പിതാവ് എല്ലാ വായനയും എഴുത്തും ആ ദിവസത്തെ തീർത്തു വെക്കും. നമ്മളുടെ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ തളർവാദ രോഗി പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എന്താണ് ഈ 38 കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്? ആ രോഗി പറഞ്ഞു, ഞാൻ തയ്യാറായിട്ട് വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ വെള്ളത്തിൽ ചാടിക്കഴിയും, ഇപ്പം എൻ്റെ അവസരം പോവുകയാണ്. പൗത്തിൽ പിതാവിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഉള്ളതാണ്, ഞങ്ങളാരെങ്കിലും എന്തെങ്കിലും എഴുതാൻ പറയാം എന്ന് നോക്കിയിരിക്കുമ്പോഴത്തേക്കും പൗത്തിൽ പിതാവ് എഴുതി കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ 38 കൊല്ലങ്ങളായിട്ട് നോക്കിയിരിക്കുകയാണ്. നമുക്ക് അവസരം കിട്ടുന്നത് ഉപയോഗിക്കാൻ പ്രാപ്തിയില്ലെന്നോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ലെന്നോ എന്നുള്ളതാണല്ലോ അതിൻ്റെ ഇംപ്ലിക്കേഷൻ. അങ്ങനെ അവസരം നോക്കിയിരുന്ന് നമ്മളുടെ സഭയ്ക്കും നമ്മളുടെ ഈ സമുദായത്തിനും നല്ല ഡിറക്ഷൻ നൽകിയ ആളാണ് പൗത്തിൽ തിരുമേനി. I remember 2 voices about Archbishop Pavathil as 2 greatest
events. ഞാനതിന് രണ്ടിനും സാക്ഷി വഹിച്ച ആളാണ്. One is at the Pontifical Institute, Vadavadur, handing over the honorary doctorate, PhD, honoris causa to Archbishop Pavathil. Cardinal Oswald Gracious spontaneously addressed him, Dr. Pavathil. That was a great sound still we hear the sounds and oscillations of that. He addressed spontaneously. Now I call or address him Dr. Pavathil. The second one, maybe before that, തട്ടിൽ പിതാവ് ഞങ്ങളെല്ലാം ബെനഡിക്റ്റ് പിതാവിനെ കാണാൻ വേണ്ടി പിതാവിൻ്റെ മോതിരം ചുംബിക്കാൻ ലൈനായിട്ട് നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ തട്ടിൽ പിതാവുണ്ട്, ഞങ്ങൾ പിതാക്കന്മാർ പലരുണ്ട്. പൗത്തിൽ പിതാവ് അതിൻ്റെയും പുറകിലായിട്ടാണ്. ഇപ്പോൾ പിതാവിനെ നോക്കിയിട്ടാണ് ബെനഡിക്റ്റ് പിതാവ് പറഞ്ഞത്, ലക്രോണ ദെല്ല കിയസ മലബറേസ്. അതും വലിയൊരു ശബ്ദമാണ്. മലബാർ സഭയുടെ കിരീടം എന്ന് ബെനഡിക്റ്റ് പിതാവ് പറഞ്ഞതും ഡോക്ടർ പൗവത്തിൽ എന്ന് കാർഡിനൽ ഓസ്വാൾഡ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതും പിതാവിനെക്കുറിച്ചുള്ള ഇമ്മോർട്ടാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന രണ്ട് വലിയ ശബ്ദങ്ങളായിട്ട് ഞാൻ കരുതുകയാണ്. പിതാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ലിറ്റർജി ആയിരുന്നു, വിദ്യാഭ്യാസ മേഖലയായിരുന്നു. കാർഡിനൽ ന്യൂമാൻ wrote once, from first to last, education has been my line. From first to last, education has been my line. പൗത്തിൽ പിതാവും വിദ്യാഭ്യാസ മേഖലയോട് ഇതുപോലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മികവ് പലപ്പോഴും ഇപ്പോഴും കണ്ടെത്താനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എ ഫിക്സ് ദ സിസ്റ്റം. കാഞ്ഞിരപ്പള്ളിയിലും ഇവിടെയുമെല്ലാം നമുക്കുള്ള സിസ്റ്റത്തെ ഫലപ്രദമാക്കി കല്ലാളച്ചന്മാർ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ഫോറിൻ വികാർഡ്സ്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സിസ്റ്റത്തെ മൊബിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പാസ്റ്ററൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകും. ആ ഒരു പ്രത്യേകതയാണ് പിതാവ്. ഏത് ചെറിയ പ്രസ്ഥാനമാണെങ്കിലും അതിനെ മൊബിലൈസ് ചെയ്യും, അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും, അവരെ ഫോൺ വിളിക്കും, അവർക്കൊരു ചെറിയ നോട്ട് കൊടുക്കും. അങ്ങനെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിച്ചു. പിതാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഇവിടെ പിതാക്കന്മാർ എല്ലാം പറഞ്ഞു. ഒരു ദീർഘദർശിയെപ്പോലെ സഭാഗാത്രത്തിൻ്റെ ഭാവി വിഭാവനം ചെയ്യുക മാത്രമല്ല, തൻ്റെ ഓരോ ശ്വാസവും അതിനാണെന്ന് പൗത്തിൽ പിതാവ് തിരിച്ച് അറിഞ്ഞിരുന്നു. തൻ്റെ ബാല്യത്തിൽ ഒരു രക്തസാക്ഷിയാകാനാണ് തൻ്റെ ദൈവവിളിയെന്ന് പൗത്തിൽ പിതാവ് അനുസ്മരിച്ചതായി പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. കാര്യഗൗരവം സദാ നിലനിർത്തുകയും വിനയം അതിന് വിലയായി നൽകുകയും ചെയ്ത പൗത്തിൽ പിതാവിന് വാക്കുകൾ എന്നാൽ വെറും മുടങ്ങുന്ന ചെമ്പല്ല, സ്വജീവിതം പോലെ തന്നെ ദൈവത്തിൻ്റെ സഭയെ കാണിച്ചു കൊടുക്കാനുള്ള അടയാളമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. സ്വയം പത്മനാഭദാസരായി കരുതിയിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി പൗത്തിൽ പിതാവ് ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചു. തൻ്റെ സ്വത്വത്തിൻ്റെ തിരിച്ചറിവ് നാട്ടിലെ രാജാക്കളിൽ വിളങ്ങിയ ഒരു സദ്ഗുണത്തെ എടുത്തു കാണിക്കാൻ പൗത്തിൽ പിതാവിന് ഉണ്ടായിരുന്നു. ഈ രീതിയിൽ നോക്കുമ്പോൾ മറ്റൊന്നിലേക്കുള്ള സഭാഗാത്രം എന്ന സത്യത്തിലേക്കുള്ള ചൂണ്ട് പലക പോലെ വർത്തിക്കാനുള്ളതാണ് സഭയുടെ ദാസൻ എന്ന നിലയിൽ തനിക്കുള്ള ചുമതലയെന്ന് പിതാവ് ഉറച്ച് വിശ്വസിച്ചു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സഭാഗാത്രം എന്ന യാഥാർത്ഥ്യത്തെ ആത്മീയമായി ദർശിക്കാൻ മാത്രം ആത്മീയ വളർച്ച സഭാ മക്കൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയായിരുന്നു പൗത്തിൽ പിതാവ് പരിശ്രമിച്ചത്. മറ്റെല്ലാ ഘടകങ്ങളും ഇല്ലാതാവുകയും ഓർമ്മകളിൽ മാത്രം താൻ നിലനിൽക്കുകയും ചെയ്യുന്ന മരണാനന്തര കാലഘട്ടത്തിലും തന്നെപ്പറ്റി ഓർമ്മിക്കാൻ അദ്ദേഹം ബാക്കി വെച്ചത് സഭാസ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന അംശം മാത്രമാണെന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തമായ വ്യാഖ്യാനം അസാധ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. മേലധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു നിലപാടിനായി ജീവിക്കുകയും
അതിൻ്റെ ഫലങ്ങൾ തരുന്ന തരുക്കളായി സഭാ മക്കളെ വളർത്താൻ മാത്രം തൻ്റെ വാക്കുകളും പ്രവൃത്തികളും മാറ്റിവെക്കുകയും ചെയ്തതിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കാൻ ഈ കാലഘട്ടത്തിന് ഭാഗ്യം കൈവന്നിരിക്കുന്നു. അദ്ദേഹം ശക്തി പറഞ്ഞ ദിശാബോധം ഇന്ന് നമുക്ക് പകർന്നു തന്നതാണ് ഇന്നത്തെ ആരാധനക്രമത്തിൻ്റെ പാരമ്പര്യ മാധുര്യം തുളുമ്പുന്ന സജീവത. ഇതിനെല്ലാം ഉപകരണമായി ആദ്യം തീർന്നത് വിശ്വാസത്തിൻ്റെ കെടാത്ത ദീപമായ പൗത്തിൽ പിതാവായിരുന്നു. അതിന് അദ്ദേഹം നേരിടേണ്ടി വന്നത് എതിർപ്പുകളല്ലായിരുന്നു, പീഡകളായിരുന്നു എന്ന് തെളിയിക്കാൻ യഥാർത്ഥത്തിൽ പക്വതയും സാത്വികതയും പഠന ഗവേഷണ ആഭിമുഖ്യവുമുള്ള ഒരു തലമുറയ്ക്ക് എത്ര നേരത്തെ കഴിയുമോ അത്രയും അതിന് കൃത്യതയുണ്ടാകും. ഈ ഫൗണ്ടേഷൻ്റെ വലിയൊരു ഉത്തരവാദിത്വം അതാണെന്ന് ഞാൻ കരുതുകയാണ്. മുൻവിധികൾ കൂടാതെയുള്ള നിരൂപണം ചേർന്ന അന്വേഷണമാണ് ഗവേഷണം. അതിലടിസ്ഥാന തത്വമായി എന്നും നിലകൊള്ളേണ്ടത് എന്തുകൊണ്ട് പൗത്തിൽ പിതാവ് എന്നല്ല, എങ്ങനെ പൗത്തിൽ പിതാവ് എന്നായിരിക്കും. വടക്കേ ഇന്ത്യയിലെ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ട സംഭവത്തോട് അദ്ദേഹം പ്രതികരിച്ചത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ വിശ്വാസദാർഢ്യം മനസ്സിലാക്കാൻ. തകർക്കപ്പെട്ട ദേവാലയങ്ങൾ വീണ്ടും പണിയാം, പക്ഷേ വിശ്വാസം തകർക്കപ്പെട്ടാൽ അത് പുനരുദ്ധരിക്കാൻ പ്രയാസമാണ്. പിതാവിൻ്റെ ആ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് മീഡിയ മുഴുവൻ എടുത്ത് വ്യാഖ്യാനിച്ചതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിതാവ് he was never a noise, but he was always a voice that has sharpness and a destination power. Actually, he was a true, genuine philosopher. എപ്പോഴും മറ്റുള്ളവരെ കേൾക്കാൻ, ഔദി ആൾത്തരം പാർത്തം, ഹിയർ ദി അതർ സൈഡ്, ഹിയർ ദി അതർ പേഴ്സൺസ്. പിതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഫിലോസോഫിക്കൽ സ്റ്റാൻഡ് അതായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഗാന്ധിജിയുടെ തത്വവും അതുതന്നെയായിരുന്നു. ഗാന്ധിജി പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് മൈ ഹൗസ് ടു ബി വാൾഡ് ഇൻ ഓൾ സൈഡ്സ് ആൻഡ് മൈ വിൻഡോസ് ടു ബി സ്റ്റഫ്ഡ്. I want the cultures of all lands to be blown my house, but I refuse to be blown off my feet by anybody. I refuse to live in other people's house as a beggar. പിതാവിൻ്റെ ആ ഗാന്ധിയൻ നിലപാട് അത് എന്നും ജീവിതത്തിൽ, പ്രാർത്ഥനയിൽ, ലിറ്റർജിയിൽ, എക്യുമെനിസത്തിൽ, ഇൻ്റർ റിലീജിയസ് ഡയലോഗിൽ എല്ലാം അനുവർത്തിച്ചു പോന്നു. പിതാവ് വലിയൊരു കൺസർവേറ്റീവ് എന്നൊരു ചിന്ത എല്ലാവർക്കുമുണ്ട്. അതിന് ബെനഡിക്റ്റ് പിതാവ് ഒരിക്കലൊരു വിശദീകരണം കൊടുത്തല്ലോ. കൺസർവേറ്റീവാണ് ബിക്കോസ് he conserves the doctrine and the dogmas of the church. ഒരു വ്യക്തി കൺസർവേറ്റീവ് ആകുന്നത് നഷ്ടപ്പെട്ട് പോകാൻ അനുവദിക്കാത്ത കാര്യങ്ങളെ നമ്മൾ കൺസർവ് ചെയ്യുമ്പോഴാണ്. ആ അർത്ഥത്തിൽ പൗത്യ പിതാവ് വലിയൊരു കൺസർവേറ്റീവ് റോള് എടുത്തു. എന്നാൽ അതിന് ഒറിജിൻ പറഞ്ഞതുപോലെ നോവൂസ് നൊവാന്ത എസ്റ്റ്, നവീകരിക്കപ്പെട്ടത് എന്താണോ അതിലേക്കെല്ലാം പിതാവ് എപ്പോഴും വീണ്ടും ശ്രദ്ധ ചെലുത്തിയിരുന്നു. നവീകരിക്കപ്പെട്ടത് വീണ്ടും നമ്മളുടെ കണ്ണുകൾ കൊണ്ട് അതിനെ വളർത്തണം എന്നുള്ള കാര്യമെല്ലാം. വളരെ ഡീപ്പായ ഒരു സ്പിരിച്വാലിറ്റി പിതാവിനുണ്ടായിരുന്നു. എൻ്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ പിതാവാണ് എനിക്ക് തന്നത്. അന്ന് ഞങ്ങളുടെ വലിയ പിതാവും തൂങ്കുഴി പിതാവും പുണ്യശ്ശേരി പിതാവ് ഹോമിലിസ്റ്റായിരുന്നു. എനിക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എഴുത്ത് കിട്ടി. അതിൽ ഇറ്റ് വാസ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഫോർ മീ എന്ന് പിതാവ് എഴുതി. എന്നിട്ടൊരു നിർദ്ദേശം കൂടെ, ഇറ്റ് ഈസ് ബെറ്റർ യു കീപ് ആൻ ഐ ബിഹൈൻഡ് യുവർ ഹെഡ്. പുറകിൽ ഒരു കണ്ണുകൂടെ ഉള്ളത് നല്ലതായിരിക്കും എന്നെനിക്കൊരു ചെറിയ കുറിപ്പ്. പിന്നീട് എനിക്ക് എൻ്റെ കണ്ണ് കാറ്ററാക്ട് ഓപ്പറേഷന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ ഇപ്പോൾ എനിക്ക് പുറകിലുള്ള കണ്ണേ ഉള്ളൂ, എൻ്റെ മുമ്പിലുള്ള കണ്ണിൻ്റെ രണ്ടിൻ്റെയും കാഴ്ച പോയി. അപ്പോൾ എനിക്ക് എഴുതി, യു ക്യാൻ കീപ്പ് യുവർ ഹാർട്ട് ആസ് ആൻ ഐ. ബെനഡിക്റ്റ് പിതാവ് കാർഡിനൽ ന്യൂമാനൊക്കെ പറഞ്ഞ കോർക്കും വിസും, കാഴ്ചയുള്ള ഹൃദയം പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിയോളജിക്കൽ സ്റ്റാൻഡായിരുന്നു.
പിതാവിനോട് പറഞ്ഞു, യു മേക്ക് യുവേഴ്സ് യുവർ ഹാർട്ട് ആസ് ദ ഫ്രണ്ട് ഐ. അതൊക്കെ നമുക്ക് വലിയ പ്രബോധനങ്ങളാണ്. നമ്മളെവിടെയെങ്കിലും നമ്മൾ പറയാത്തത് പറഞ്ഞെങ്കിൽ, പറയേണ്ടത് പറയാതിരുന്നെങ്കിൽ കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് ഒറ്റ കുത്തു തരുമായിരുന്നു. ആ കുത്തു കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മൾ അവിടെ കുറേ കൂടെ നോബിളായിട്ട് അല്ലെങ്കിൽ നോബിളിസ്റ്റായിട്ട് പെരുമാറേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചിന്തകൾ പങ്കുവെക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ടാണ് ആ തക്കീത് തന്നുകൊണ്ടിരുന്നത്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ഒരു വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ട്രൂത്ത് ഓൾവേസ് റിമെയിൻസ് ബിയോണ്ട്. നമുക്ക് അപ്പുറമാണ്. ദിസ് ഫീലിംഗ് ഓഫ് ദ ബിയോണ്ട് മേക്സ് വൺ എ കോൺസ്റ്റൻറ്റ് സീക്കർ ഓഫ് ഇറ്റ്. Every seeker after truth is called upon to make a monastic cell in his own heart and retire into it every day. പിതാവ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഹൃദയമാകുന്ന ആ ദയറായിൽ നിരന്തരം പ്രവേശിക്കുകയും, അത് റോമിലാണെങ്കിലും മറ്റ് സിമ്പോസിയങ്ങൾക്ക് വരുമ്പോഴാണെങ്കിലും സെമിനാരി കമ്മീഷൻ വരുമ്പോഴാണെങ്കിലും പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഹൃദയമാകുന്ന മൊണാസ്റ്റിക് സെല്ലിലേക്ക് റിട്ടയർ ചെയ്യുകയും അപ്പോഴൊക്കെ ചില ചിന്തകൾ കുറിച്ച് വയ്ക്കുകയും ചെയ്യുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിതാവിന് രണ്ടാം വത്തിക്കാൻ സുനകതോന്നിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ്, ലിറ്റർജി, ഡിഗ്രി ഓൺ എക്യുമെനിസം, ഡിഗ്രി ഓൺ ഓറിയൻ്റൽ ചർച്ചസ് എല്ലാം കാണാപ്പാടമായിരുന്നു. അത് ആദ്യകാലം മുതൽ പിതാവ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന കാര്യമായിരുന്നു. പ്ലാസിഡച്ചനോട് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 ഫിഡലിറ്റീസ് ഉണ്ടല്ലോ പ്ലാസിഡച്ചൻ്റെ: ഇന്ത്യൻ ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത്, ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്. ദാറ്റ് മീൻസ് ടു ദ കാത്തലിക് ഫെയ്ത്ത്, ടു ദ ഓറിയൻ്റൽ വർഷിപ്പ് ആൻഡ് ടു ദിസ് ലാൻഡ്. ആ 3 ഫിഡലിറ്റീസ് പൗത്യപിതാവ് വളരെ വലിയൊരു നിക്ഷേപം പോലെയാണ് കരുതിയിരുന്നത്, ശ്രദ്ധിച്ചിരുന്നത്. ഞാൻ ഒരു മിനിറ്റൂടെ അടുത്ത് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയം കഴിഞ്ഞു. നമുക്ക് ഈ കാര്യം ഇവിടുത്തെ ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാരും പഠിച്ച പിതാവും എല്ലാം വലിയ താല്പര്യമെടുത്ത് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് വന്നു. ശ്രീ തോമസ് സാർ അതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാം വലിയ കാര്യമായിട്ട് നമ്മളെല്ലാവരും കരുതുകയാണ്. എനിക്ക് 1-2 കാര്യങ്ങൾ അവസാനം പറഞ്ഞു വയ്ക്കാനുള്ളത്, ആർച്ച് ബിഷപ്പ് പൗത്തിൽ വാസ് എ ലീഡർ വിത്ത് ആൻ ഈസ്റ്റർ ഐ. പുനരുത്ഥാനത്തിൻ്റെ ഒരു കണ്ണുകൊണ്ട് എല്ലാവരെയും എല്ലാറ്റിനെയും കണ്ട ഒരു വ്യക്തിയാണ്. ഒരു ഈസ്റ്റർ ഐ നമുക്കുണ്ടെങ്കിൽ അവിടെ വിഭജനങ്ങളില്ല, എതിർപ്പുകളില്ല, വലിയവരും ചെറിയവരും എന്നുള്ള കാര്യമില്ല. എപ്പോഴും ജീവനിലേക്കുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് ഉള്ളത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് രാവിലെ നിന്ന് സ്വീകരിക്കാനായിട്ട് എന്നും നമ്മൾ പരിശ്രമിക്കണം. അപ്പോഴാണ് ഈ സിമ്പോസിയത്തിൻ്റെയും ഈ കൂടിവരവിൻ്റെയും ഒക്കെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം ഉണ്ടാകുന്നത്. ഒരു ലാസ്റ്റ് കാര്യം കൂടെ, ഹൗ വി വുഡ് ലൈക്ക് ടു റിമെമ്പർ അവർ ബിലവഡ് ആർച്ച് ബിഷപ്പ്, ഹൗ ഹിസ് ഗ്രേസ് വുഡ് ലൈക്ക് ഹിം ടു ബി റിമെമ്പേർഡ്. ആർ വി വാക്കിംഗ് ഓൺ ദ റോഡ് മാപ്പ് വിച്ച് ആർച്ച് ബിഷപ്പ് ഭവത്തിൽ ഡിസൈൻഡ്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഇടപെട്ട നിരവധിയായ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് എന്നോട് പറഞ്ഞു, ഭൗതി പിതാവിനോട് ചില ആളുകൾക്കൊക്കെ വലിയ തർക്കങ്ങളുണ്ട്. അതിൽ ഒരാൾ നമുക്കറിയാം, 2 പേരും മരിച്ചുപോയാണ്. ഞാൻ പറയുകയാണ്, പാലായിൽ നിന്നുള്ള പുലിക്കുന്നേൽ ജോസഫ് സാറായിരുന്നു. ആലഞ്ചേരി പിതാവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാക്കനാട്ടെന്ന് വിളിക്കാം, എന്നോട് കൂടി ഒന്ന് വരാമോ? പാലായിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഞാനോട് ചെന്നു. അപ്പോൾ സാറ് സമയത്ത് തന്നെ വന്നിരിപ്പുണ്ടായിരുന്നു. സാറിനോട് ആലഞ്ചേരി പിതാവ് പറഞ്ഞു, ഇങ്ങനെ സാറിന് പിതാവുമായിട്ട് ഏതാണ്ടൊക്കെ പ്രയാസമുള്ള പോലെ ഈ ലേഖനങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ആ കാര്യം ഒന്ന് സംസാരിക്കാനും ആ പിണക്കം ഒന്ന് അവസാനിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് ആലഞ്ചേരി പിതാവ് ചോദിച്ചു, ഭൗതി പിതാവിനെ കുറിച്ചുള്ള ജോസഫ് സാറിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് എളുപ്പമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഉത്തരം ഞങ്ങളെ ഞെട്ടിപ്പിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാവോ? ഹി വാസ് എ ട്രൂ കാത്തലിക് പ്രീസ്റ്റ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആർച്ച് ബിഷപ്പ് ഭവത്തിൽ ഈസ് എ ട്രൂ കാത്തലിക് പ്രീസ്റ്റ്. ഞങ്ങൾ ഞെട്ടിപ്പോയി.
ഞങ്ങളോർത്ത് അദ്ദേഹം വലിയ വാദമുഖങ്ങളൊക്കെ പറയും. അപ്പോൾ പിതാവ് വലിയ പിതാവ് പറഞ്ഞു, എന്നാൽ ഇനിയിപ്പോൾ ഒന്നും സംസാരിക്കേണ്ടതില്ല, ഒന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല, എന്നോട് ഈ കാര്യത്തിനാണല്ലോ വിളിച്ചത്, എൻ്റെ പിതാവ് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഏറ്റവും സ്തുതിയഞ്ജലിയിൽ പോയി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ശേഖരിക്കണം. ഇപ്പോഴും ഇവിടെ പറഞ്ഞ പോലെ ഒരു ഫുട്നോട്ടിൽ പോലും പിതാവിനെ ചേർക്കാൻ വിഷമുള്ളവരുണ്ട്. പിതാവ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിൽക്കേണ്ട ആളാണ്. ഒരു പുസ്തകത്തിൻ്റെ സെൻട്രൽ ചാപ്റ്ററും കൺക്ലൂഷനുമായിട്ട് നമ്മൾ എടുക്കേണ്ട ആളാണ്. ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് കടന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ കൂടുതൽ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള പഠനങ്ങൾ, ഒരു ബെറ്റർ റിസപ്ഷൻ ഓഫ് ആർച്ച് ബിഷപ്പ് പൗത്തിൽ ഈ ദേശത്തും എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡു നോട്ട് ഫോർഗെറ്റ് ദ ഫൈറ്റ്സ് ദാറ്റ് ഐ ഫോട്ട്. ഇന്ന് പൗത്രപിതാവ് നമ്മളോട് സംസാരിക്കുന്ന സ്വരമാണ് ഞാൻ പറഞ്ഞത്. ഡു നോട്ട് ഫോർഗെറ്റ് ദ ഫൈറ്റ്സ് ദാറ്റ് ഐ ഫോട്ട്. ഡു നോട്ട് ഫോർഗെറ്റ് ദ കോസസ് ഫോർ വിച്ച് ഐ ഫോട്ട് ത്രൂ ഔട്ട് മൈ ലൈഫ്. ഇതായിരിക്കും പിതാവ് നമ്മളോട് പറയുന്ന കാര്യം. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യവും നമ്മളുടെ ഈ ഫൗണ്ടേഷൻ്റെ അടിത്തറയും. അത് നമ്മളുടെ സഭയുടെ ഏറ്റവും ശ്ലാഘനീയമായ ഒരു കൂട്ടായ്മയിലേക്കും വലിയ എക്യുമെനിക്കൽ കാഴ്ചപ്പാടുകളിലേക്കും ഇൻ്റർ റിലീജിയസ് ഇടപെടലുകളിലേക്കും എല്ലാം നയിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കും.